പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കുക. 96-ാം സങ്കീർത്തനമാണ് ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി നാം തിരഞ്ഞെടുത്തത്. 96-ാം സങ്കീർത്തനത്തിൻ്റെ അതിന് ചരിത്രപരമായിരിക്കുന്ന ഒരു പ്രാധാന്യതയുണ്ട്. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആ 16-ാം അധ്യായമാണ് അതിൻ്റെ ദാവീദിൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്ന സന്ദേശങ്ങൾക്ക് ആധാരമായിട്ട് വരുന്നു. ഈ വായിച്ച സങ്കീർത്തനത്തിലെ അതേ ആശയങ്ങൾ തന്നെയാണ് 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത്. നിങ്ങൾ പഴയത്തിലെ ഭാഗമെടുത്തവരുണ്ടെങ്കിൽ 1 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളൊന്ന് വായിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവന്ന് ദാവീദ് ആ പെട്ടകത്തിന് വേണ്ടി അടിച്ചിരുന്ന കൂടാരത്തിനകത്ത് വെച്ചു. കൂടാരം കൊണ്ടുവന്ന് സുരക്ഷിതമായി വെച്ചതിനെ തുടർന്ന് അവർ ദൈവത്തിൻ്റെ സന്നദ്ധിയിലെ ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ചു. അടുത്തത് ജനത്തെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. മതി. അപ്പോൾ ദൈവത്തിൻ്റെ പെട്ടകം യഥാസ്ഥാനത്താക്കിയതിനെ തുടർന്ന്, ആ പെട്ടകത്തിലൊരു ക്രമീകരണം വരുത്തിയതിനെ തുടർന്ന് ദൈവസന്നദ്ധിയിൽ ആരാധനയും യാഗങ്ങളും അർപ്പിക്കുകയും ക്രമീകരിക്കേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുകയും ചെയ്തു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനെ തുടർന്ന് 1 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ, 7-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിച്ച്. അന്ന് എന്ന് പറഞ്ഞാൽ 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സാഹചര്യങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്ന ആ ദിവസം തന്നെ ദാവീദ് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ ആരാധിപ്പീൻ, ജാതികളുടെ ഇടയിൽ അവൻ്റെ പ്രവർത്തികളെ അറിയിപ്പീൻ. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലെ ആശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതും അതിനേക്കാൾ ഉപരിയായിട്ടുള്ള മറ്റു പല കാര്യങ്ങളും ഈ 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൻ്റെ ചരിത്രപരമായിരിക്കുന്ന ഭാഗം ഇതാണ് എന്ന് ദൈവങ്ങളെല്ലാവരും ഓർത്തിരിക്കുക. യഹോവയുടെ പെട്ടകവുമായി ബന്ധപ്പെട്ട് ഒരു വിശ്രമം, ഒരു സ്വസ്ഥത ലഭിച്ചതിനെ തുടർന്ന് ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയും സ്തുതിയും മഹത്വവും അതിപ്രധാനമായിട്ട് അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഇസ്രായേലിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്ന ജാതികളായിരിക്കുന്ന ആളുകൾ അറിയത്തക്ക രീതിയിൽ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന കൊടുക്കണം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ജാതികൾ കേൾക്കത്തക്ക രീതിയിൽ ദൈവത്തെ ആരാധിപ്പാനായിട്ട് പറയുന്നത്? ഇസ്രായേലിനൊരു ദൈവമുണ്ടെന്നും ആ ദൈവം ജീവനുള്ള ദൈവമാണെന്നും ആ ദൈവം സർവശക്തനായിരിക്കുന്ന ദൈവമാണെന്നും ജാതികളുടെ ദേവന്മാരെക്കാളും ശക്തനായിരിക്കുന്ന ഒരു ദൈവമാണെന്നും ഇവർക്ക് ബോധ്യം വരണം. അതിനുവേണ്ടി ഇസ്രായേൽ സമൂഹത്തോട് പറയുകയാണ്, ആത്മാവിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതിൽ നിന്ന് ഒരു കുറിവാക്യമായിട്ട് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നത് 96-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ്. 6-ാമത്തെ വാക്യം ദാവീദും ആസാഫും ചേർന്ന് പാടിയ ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും പറഞ്ഞു വരുമ്പോൾ പറയുകയാണ്, ബഹുമാനവും തേജസ്സും ദൈവത്തിൻ്റെ മുമ്പിലും ബലവും ശോഭയും അവന്റെ വിശുദ്ധ മന്ദിരത്തിലുമുണ്ട്. 2-ാമത്തെ സന്ദർശനം ഓർത്തിരിക്കുക. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാകുന്ന ദൈവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന 2 കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറയുകയാണ്. ദൈവത്തിന്റെ ബലം മുഴുവനും ദൈവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ദൈവത്തിന്റെ ശോഭ, ദൈവത്തിന്റെ സൗന്ദര്യം, ദൈവത്തിന്റെ തേജസ് മുഴുവനും എവിടെ നിറഞ്ഞു നിൽക്കുന്നു? ദൈവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലേക്ക് തന്നെ നിങ്ങൾ വന്ന് അവിടെ ഇതേ ആശയം വരുന്ന വാക്യം കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 16-ാം അധ്യായത്തിന്റെ 1 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. യശസ്സും തേജസ്സും അവന്റെ സന്നിധിയിലും ബലവും
ആനന്ദവും അവന്റെ വാസസ്ഥലത്തിലുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിലുള്ളത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്? യശസ്സും തേജസ്സും ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. ബലവും ആനന്ദവും അവന്റെ വാസസ്ഥലത്തുണ്ട്. ഇനി പഴയ മോഡ് നിൽക്കട്ടെ. ഈ സങ്കീർത്തനത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് ബലവും ശോഭയും അവന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. ഇന്ന് ഈ ആരാധനാലയത്തിൽ ദൈവത്തെ ആരാധിപ്പാനായിട്ടാണ് നമ്മെ എല്ലാവരെയും ദൈവം കൊണ്ടുവന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കർത്താവിന്റെ സാന്നിധ്യം നമ്മോടുകൂടെയുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടുകൂടെയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മോടുകൂടെയുണ്ട്. പിതൃപുത്ര പരിശുദ്ധാത്മാവ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉള്ളപ്പോൾ ഈ സങ്കീർത്തന വീക്ഷണത്തിൽ അവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം ഇതാണ്: ബലവാനായിരിക്കുന്ന ദൈവമായിട്ടാണ് ദൈവം നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശോഭയുള്ള ദൈവമായിട്ടാണ് ദൈവം നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ രണ്ട് ചിന്തകൾ പുതുനിയമ ആരാധനക്കാരായ ദൈവമക്കൾക്ക് നൽകി തരുന്ന സന്ദേശം ഇതാണ്: ജീവിതത്തിൽ ബലഹീനരായി, ജീവിതത്തിൽ അസ്വസ്ഥതയുള്ളവരായി, മനസ്സ് ക്ഷീണിച്ചവരായി, മനസ്സ് തളർന്നവരായി, നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ജീവിത സമ്മർദ്ദങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട ആകുല ചിന്തകളും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും എല്ലാം പേറിയാണ് നമ്മൾ ആരാധനാലയത്തിലേക്ക് കടന്നു വരുന്നത്. അല്ലേ? ദൈവത്തിന്റെ സ്തോത്രം. ആരാധനാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ശരീരം ബലഹീനമാണ്, നമ്മുടെ മനസ്സ് ബലഹീനമാണ്, നമ്മെ വരിഞ്ഞു മുറുക്കുന്ന ഒത്തിരി അസ്വസ്ഥതകളുണ്ട്, ഒത്തിരി അതുപോലെ പ്രതിസന്ധികൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരുടെ അടുക്കലേക്കാണ് വരുന്നത്? ബലവാനായ ദൈവത്തിന്റെ അടുക്കലേക്കാണ് വരുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ബലവാനായിരിക്കുന്ന ദൈവത്തിന്റെ അടുക്കൽ വന്ന്, ആരാധനാലയത്തിൽ വന്ന് ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ബലവാനായ ദൈവം ശരീരത്തിലും മനസ്സിലും നമ്മെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായത്? കർത്താവിന് സ്തോത്രം ചെയ്താട്ട് ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളെ, ശരീരത്തിൽ നിങ്ങൾ ബലഹീനരായിരിക്കാം, മനസ്സിൽ നിങ്ങൾ ബലഹീനരായിരിക്കാം, നിങ്ങളുടെ സാമ്പത്തികത്തിൽ നിങ്ങൾ ബലഹീനരായിരിക്കാം. ഒത്തിരി വേദനകളുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, ഒത്തിരി പ്രയാസങ്ങളുണ്ട്. പക്ഷെ അതിനെയെല്ലാം മറന്ന് ദൈവസന്നിധിയിൽ ഏറിയ പ്രതീക്ഷയോടുകൂടെ നമ്മൾ വന്നിരിക്കുക. ആരുടെ അടുക്കലേക്കാണ് വന്നിരിക്കുന്നത്? ബലവാനായ ദൈവത്തിന്റെ അടുക്കലേക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഈ വചനത്തിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് ആത്മാവിൽ പ്രാർത്ഥിപ്പാനായിട്ട് കഴിയണം. എന്റെ ബലഹീനത അറിയുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ എന്നും ഞാൻ ബലഹീനനല്ല, എന്നും ഞാൻ ക്ഷീണിതനല്ല, എന്നും ഞാൻ ദുഃഖിതനല്ല, എന്നും ഞാൻ പ്രയാസം അനുഭവിക്കുന്നവനല്ല. ഞാൻ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുമ്പോൾ, ഞാൻ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന കൊടുക്കുമ്പോൾ എന്നെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ബലപ്പെടുത്തുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ഉണ്ടെന്ന് വിശ്വസിച്ച് കർത്താവിന് കൊടുക്കേണ്ട ആരാധന കൊടുക്കാൻ കഴിയണം. രണ്ടാമത്തെ സന്ദേശം, പല കാര്യങ്ങളിലും നമ്മുടെ തല താണു പോകുന്ന അനുഭവങ്ങളാണ്. ശോഭയേറിയ ഒരു അനുഭവത്തിൽ നമുക്ക് നിൽക്കാനായിട്ട് കഴിയുന്നില്ല. പല കാര്യങ്ങൾ കാണുമായിരിക്കാം. നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങളും, നമ്മുടെ പല പ്രയാസങ്ങള്, നമ്മുടെ ബുദ്ധിമുട്ടുകള്, നമ്മുടെ രോഗക്കെടുതികള്, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പല വിഷയങ്ങൾ. ഒന്ന് ശോഭിക്കണമെന്ന് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ശോഭയല്ല വരുന്നത്. പലപ്പോഴും നമ്മൾ തരം താഴ്ത്തപ്പെടുന്ന അനുഭവങ്ങളാണ്, പുറകിലേക്ക് മാറ്റപ്പെടുന്ന അനുഭവങ്ങളാണ്, ഹല്ലേലൂയ, ഒറ്റപ്പെടുന്ന അനുഭവങ്ങളാണ്, ശിരസ് കുനിയുന്ന അനുഭവങ്ങളാണ്. അത് ഭാരങ്ങളുമായി, ആ പ്രയാസങ്ങളുമായി കൂട്ടായ്മകൾ മുടക്കാതെ, ആരാധന മുടക്കാതെ ദൈവസാന്നിധ്യത്തിന്റെ നിറവിലേക്ക് വരുമ്പോൾ രണ്ടാമത് പരിശുദ്ധാത്മാവിന് പറയാനായിട്ട് കഴിയുന്നു: ആരാധനയിൽ, ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ ഒരു ശോഭയുണ്ടല്ലോ, ആ ശോഭ നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ തല താഴ്ന്നു പോകാൻ ദൈവം ഇടയാകത്തില്ല. നാം ശോഭിക്കേണ്ടിടത്ത് ശോഭിപ്പാൻ ദൈവം കഴിവുള്ളവനാണ്. കർത്താവിന് സ്തോത്രം. സെക്രട്ടറിക്കാരൻ പറയുന്നല്ലോ, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. നമുക്ക് തനിയെ ശോഭിക്കാനായിട്ട് കഴിയത്തില്ല. നാം എത്ര മികവായി ചെയ്താലും നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റിപ്പോകും, നമ്മൾ പരാജയപ്പെട്ടു പോകും, നാം ലജ്ജിതരായി തീരും, നാം നിരാശിതരായി തീരും. ദൈവത്തിന് സ്തോത്രം. പക്ഷെ യോഹന്നാനെ കുറിച്ച് ദൈവം പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കുക. ഏത് യോഹന്നാൻ? സ്നാപക യോഹന്നാനെ കുറിച്ച്. അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കാണ്. ഹല്ലേലൂയ. ആരാണ് യോഹന്നാനെ ജ്വലിച്ച് പ്രകാശിപ്പിക്കുന്ന വിളക്കാക്കിയത്? ദൈവമാണ് വിളക്കാക്കിയത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം.
അതുകൊണ്ട് ആരാധനയിലൂടെ നമ്മൾ പ്രാപിക്കേണ്ട ദൈവിക ബലവും ആരാധനയിലൂടെ നമ്മൾ പ്രാപിക്കേണ്ട ദൈവിക ശോഭയും അനുഭവിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി മുന്നോട്ട് പോകുവാൻ നമുക്ക് സമർപ്പിതരാകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കും.